ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാരയപ്പം ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റിയായ ഒരു കാരയപ്പം ഉണ്ടാക്കാം. വിഷുവിന് നമ്മുടെ നാട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കാരയപ്പം. നമുക്കിത് ഉണ്ടാക്കിയാലോ. ഞാനിതിന് 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1.5 കിലോ അരിക്ക് 1.5 കിലോ വെള്ളം, 6 ചെറുപഴം, ചെറിയ പഴം 6 എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ പഴം ഏതായാലും കുഴപ്പമില്ല. എല്ലാം കൂടി അരക്കുക നന്നായിട്ട്. കുറച്ച് ഏലക്കായൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കുറച്ച് കട്ടിയായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഞാനിതിനകത്ത് 4 ടീസ്പൂൺ റവ വേവിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. റവ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിരിക്കും. റവ വേവിച്ചതാണ് കേട്ടോ, 4 സ്പൂൺ റവ വേവിച്ചത്. എല്ലാം കൂടെ നന്നായി അരക്കണം. പിന്നെ നാളികേരം നെയ്യിൽ വറുത്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ചെറുതായൊന്ന് നാളികേരം നെയ്യിൽ വറുത്ത് എടുത്തു. അധികം ചോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എള്ള് ചേർത്തു. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. ഇത് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ മതിയാവും ധാരാളം. മാവ് ഗ്ലാസ്സിലെടുത്ത് കഴിഞ്ഞാൽ കാരയിലൊഴിക്കാൻ വളരെ എളുപ്പമാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഗ്ലാസ്സിലാവുമ്പോൾ ഒഴിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് അധികം വേകുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിടണം. അപ്പോൾ 2 സൈഡും ഒരേപോലെ നല്ല ഷേപ്പായി കിട്ടും. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര സോഫ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ.